കർണാടകയിൽ മണ്ണിടിച്ചിലകപ്പെട്ട മലയാളി അർജുനായുള്ള തെരച്ചിൽ തുടരുകയാണ്. ലോറിയുടെ പുതിയ ലൊക്കേഷൻ കണ്ടെത്തിയ സ്ഥലത്ത് കുഴിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തെരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിട്ടുമുണ്ട്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി ഇടയ്ക്കിടെ പെയ്യുന്ന മഴ വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിജു കണ്ണൻ ഈ ദുരന്തം നടന്ന അങ്കോളയിൽ നിന്നും തത്സമയം ചേരുകയാണ്. സിജു, ഏറ്റവും പ്രധാനം രാത്രി വൈകിയുള്ള രക്ഷാദൌത്യത്തിന് ആ നിലയിലുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അല്പം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥൻ SP നമ്മളോട് സംസാരിക്കുമ്പോൾ രാത്രിയും തെരച്ചിൽ തുടരും എന്നൊരു വാർത്ത അദ്ദേഹം പങ്കുവച്ചിരുന്നു. 9 മണിക്ക് തെരച്ചിൽ അവസാനിക്കുമെന്ന വാർത്തകൾ നിലനിൽക്കുകയാണ്. അങ്ങനെയല്ല എന്നൊരു വിശദീകരണം നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണ് രാത്രിയിലുള്ള തെരച്ചിൽ, അതിനുള്ള സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങൾ എങ്ങനെ? ഇന്നത്തെ തെരച്ചിൽ നിർത്തുകയാണ് എന്നുള്ളതാണ്. രാത്രി 9 മണിയോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പ്രദേശത്ത് ശക്തമായ മഴയാണ് നിലനിൽക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി മഴ അല്പം മാറി നിന്നിരുന്നു. ആ സമയത്താണ് തിരച്ചിൽ രാത്രിയും തുടരാൻ തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ മഴ വീണ്ടും കനത്തതോടുകൂടി രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. രാവിലെ 5:30 രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നാണ്. ഇടപെടുകയാണ്. അല്പം മുമ്പ് SP സംസാരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞത് 9 മണിക്ക് ശേഷവും രക്ഷാദൌത്യം തുടരും എന്നുള്ളതാണ്. അദ്ദേഹം അത് പറഞ്ഞ മിനിറ്റുകൾ മാത്രമാണ് ആയിട്ടുള്ളത്. അതിനുശേഷമാണോ ഈ മഴ വെല്ലുവിളി ഉയർത്തുകയും രക്ഷാദൌത്യം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്? അശ്വിന, അതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു തീരുമാനമായി വരുന്നത്. രാത്രി ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ അനുകൂലമായ ഒരു കാലാവസ്ഥയായിരുന്നു നമ്മൾ ഇവിടെ ശിരൂരിൽ എത്തുന്ന സമയത്ത് കണ്ടിരുന്നത്. മഴ മാറി നിന്നിരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ അതേ രീതിയിൽ തന്നെ, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ രാത്രിയോടുകൂടി ഈ മഴ വീണ്ടും ശക്തമാവുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ പ്രദേശത്ത് ഒരു വശത്ത് ഗംഗാവാലി പുഴയും മറുവശത്ത് വലിയ മലയുമാണ്, കുന്നുമാണ്. ഈ കുന്ന് ഇടിഞ്ഞാണ് കല്ലും പാറക്കെട്ടുകളും എല്ലാം വീണ് അപകടമുണ്ടായത്. ഈ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ചെറുതായി മണ്ണിടിയുന്നതായി കാണുന്നുണ്ട്. പകൽ സമയങ്ങളിലും മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്തുൾപ്പെടെ മണ്ണ് ഇടിഞ്ഞു വീഴുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ രാത്രി രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്നത്. രാവിലെ നേരത്തെ തന്നെ 5:30 തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് അറിയിച്ചത്. ഇന്ന് സംസ്ഥാന സർക്കാർ വിവരം അറിഞ്ഞതിന് ശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം സംസ്ഥാന സർക്കാർ അറിഞ്ഞതിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒരു ഇടപെടലിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം ഈ രീതിയിലേക്ക്, ഇന്നിപ്പോൾ കാണുന്ന രീതിയിലേക്ക് എത്തിയത്. നാവികസേന രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി, NDRF സംഘം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി, പോലീസും കർണാടകയിലെ അഗ്നിരക്ഷാ സേനയും എല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി. സിജു പറയുന്നത് പ്രകാരം എല്ലാ സംവിധാനങ്ങളും അവിടെ ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷെ നോക്കൂ, മഴ ഇപ്പോൾ തുടരുന്നുണ്ടെന്ന് പറയുമ്പോൾ വൈകുന്നേരം മുതലേ ഈ രക്ഷാദൌത്യ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി മഴ തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ മേഖലയിലേക്ക് മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ ഒരു രാത്രി കൂടി കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ അത് അർജുനെ കാത്തിരിക്കുന്നവർക്കും ഒപ്പം തന്നെ ഈ ദൗത്യ സംഘത്തിനും വലിയ ആശങ്കയും വെല്ലുവിളിയും ഉയർത്തുന്നില്ലേ സിജു? അക്ഷിത, ദുഃഖകരമായ ഒരു കാര്യമാണ്. എല്ലാവരും, കേരളം ഒന്നടങ്കം അർജുനായി കാത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദൗത്യ സംഘവും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ വലിയ തിരച്ചിൽ പല മേഖലകളിലും നടത്തുന്നു. ഗംഗാവാലി പുഴയിലടക്കം തിരച്ചിൽ നടത്തിയ ശേഷം GPS സംവിധാനം കൃത്യമായി അത് വാഹനം കാണിക്കുന്ന സ്ഥലത്ത് നോക്കി അവിടെ കുഴിച്ച് കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, അതിന് ചുറ്റും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനം, ഒരു പരിശോധനയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ മഴ പ്രതികൂല ഘടകമായി മാറുന്നു. വൈകുന്നേരം മാറി നിന്ന മഴ വീണ്ടും ഇവിടെ ശിരൂർ, അങ്കോള മേഖലകളിൽ ശക്തമായി വരികയാണ്. അതാണ് ഇപ്പോൾ പ്രതികൂല ഘടകമായി മാറിയത്. രാത്രി വലിയ റിസ്ക് ആണ്, വലിയ ബുദ്ധിമുട്ടാണ്. ഈ മേഖലയിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. വലിയൊരു മലനിരയാണ് ഒരു ഭാഗത്ത് ദേശീയപാതയുടെ, മറുഭാഗത്ത് ഗംഗാവാലി പുഴയും. ഇവിടെ വലിയ ബുദ്ധിമുട്ട് നേരിടുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സിജു അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സംഭവ സ്ഥലം നേരിട്ട് കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിനപ്പുറം വലിയ ഭീതിതമായ അന്തരീക്ഷമാണോ സിജു അവിടെ നിലനിൽക്കുന്നത്? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അർജുന്റെ കാര്യം പറയുന്നു. പക്ഷെ അർജുനെ പോലെ തന്നെ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുള്ള മറ്റാളുകളുണ്ട്. ഈ മേഖലയുടെ തന്നെ പലയിടങ്ങളിൽ സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലും അത്തരം ദുരന്തങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. സിജു മുൻപ് പറയുന്നുണ്ടായിരുന്നു 1 കിലോമീറ്റർ ദൂരത്തിലൊക്കെ മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുകയാണ് എന്ന്. സിജു, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അത് എത്രമാത്രം, എങ്ങനെയാണ് സിജു അവിടുത്തെ പൊതുവിലുള്ള സാഹചര്യം?
അസിത, നമ്മൾ ആദ്യം എത്തിയത് മംഗലാപുരം ഭാഗത്ത് നിന്ന് ഷിരൂരിന്റെ മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗത്താണ് എത്തിയത്. അതിന്റെ നേരെ മറുഭാഗത്താണ് അർജുൻ അകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലം. ആദ്യം നമ്മൾ ഈ മംഗലാപുരം ആ ഭാഗത്ത് നിന്ന് വന്ന് ഷിരൂരിന്റെ ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ നിന്ന് ഏതാണ്ട് 800 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെ നീളത്തിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മളത് ഓർത്തു നോക്കൂ. 1 കിലോമീറ്റർ ദൂരത്തിൽ വലിയൊരു മല ഇടിഞ്ഞ് റോഡിലേക്ക്, ദേശീയപാതയിലേക്ക് വരുന്നു. കല്ലും അതോടൊപ്പം തന്നെ മണ്ണുകളുമെല്ലാം തന്നെ ഇടിഞ്ഞ് തൊട്ട് താഴെയുള്ള ഗംഗാവാലി പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. ഈ മണ്ണ് നീക്കം ചെയ്യണമെങ്കിൽ വലിയ ശ്രമകരമായ ഒരു ദൗത്യം തന്നെ ആവശ്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അപകടം നടന്ന ഏതാനും മണിക്കൂറുകൾ മാത്രമല്ല കഴിഞ്ഞിരിക്കുന്നത്. അപകടം നടന്നത് ചൊവ്വാഴ്ച രാവിലെ 8:30 ഇന്നേക്ക് 4 ദിവസം പിന്നിടുകയാണ്. നാളെ രാവിലെ 8:30 ആകുമ്പോൾ 4 ദിവസം പൂർത്തിയാകും. പക്ഷേ അത്തരം വലിയ ഒരു അപകടമാണെങ്കിൽ കൂടി അതിന്റെ മണ്ണ് നീക്കം ചെയ്യുന്നതിനും ഈ മണ്ണിനകത്ത് ആളുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനും ഏതെങ്കിലും വാഹനങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിലും ഗുരുതരമായ വീഴ്ചയും പ്രശ്നങ്ങളും ഉണ്ടായി എന്ന തരത്തിൽ തന്നെ വേണം വിലയിരുത്താൻ. ഏതായാലും അപകടത്തിന്റെ വ്യാപ്തി വലുതാണ്. പക്ഷേ ആ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ ഇടപെടുന്നതിൽ വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ സ്ഥലം കാണുമ്പോൾ ഇവിടെ നിന്നും വിലയിരുത്താൻ. ഇപ്പോൾ ഇടപെടുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന്റെ ആദ്യ മണിക്കൂറുകളിലുള്ള രക്ഷാപ്രവർത്തനം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ അങ്കോളയിൽ ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ, കർണാടക സർക്കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് രക്ഷാദൌത്യത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർജുൻ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള സംശയമുണ്ട്. പക്ഷേ മലയാളിയായ അർജുനെ കാണാതായി എന്നുള്ള വാർത്തകൾ വന്നതിന് ശേഷം കേരള സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുകയും കർണാടക സർക്കാരുമായി ബന്ധപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന നിലയിലുള്ള ഒരു ഊർജിതമായ തെരച്ചിലിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. എന്തായാലും താൽക്കാലികമായി ഈ രക്ഷാദൌത്യം ഇന്നിപ്പോൾ രാത്രി നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ അതിരാവിലെ തന്നെ 5 മണിക്ക് തന്നെ രക്ഷാദൌത്യം ആരംഭിക്കാനുള്ള തീരുമാനത്തിലുമാണ് അധികൃതർ ഇപ്പോഴുള്ളത്. സിജു കണ്ണൻ അങ്കോളയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്.